ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 5 മണിയായപ്പോൾ തന്നെ മോൾക്ക് വിശക്കുന്നുണ്ടെന്നും പറഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എണീറ്റ് വന്നു ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയതിന് ശേഷം അച്ഛൻ്റെ ഒക്കെ അടുത്ത് വന്ന് കിടന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി ചായയൊക്കെ ഇട്ട് റെഡിയാക്കി ചായ കുടിക്കുന്നുണ്ട്. കട്ടിലിരുന്നുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതിനിടയ്ക്ക് എന്തോ ഒരു സങ്കടം പറഞ്ഞായിരുന്നേ, അതെന്താണെന്ന് ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു കരയുന്നൊന്നും ആരും കാണണ്ട, അതുകൊണ്ട് നമുക്ക് കണ്ണാടിയൊക്കെ വെച്ച് കരയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചൊന്ന് കളിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തലേദിവസം തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. കടലക്കറിയും അപ്പവും ആക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള കടല ഞാൻ അടുപ്പത്ത് വെച്ചേ. അപ്പോൾ രാവിലെ എണീറ്റുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്തിട്ട് എക്സാമൊക്കെ അല്ലേ, അപ്പം അതിന് വായിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പണി തീർക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം, മൂത്തേച്ചിയുടെ അടുത്ത്. അപ്പോൾ അച്ഛനും ഒന്നും അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ ഞാനും മോളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് രാവിലെ പണിയൊക്കെ ചെയ്തിരിക്കുവാണെങ്കിലേ പിന്നെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ, വായിക്കുകയും ചെയ്യാം. കുഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിടന്നുറങ്ങുമ്പോൾ ആ സമയം എനിക്ക് അത്യാവശ്യം പണിയെല്ലാം തീർന്നിരിക്കുവാണെങ്കിൽ നല്ല രീതിക്ക് റിവിഷനൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു 7 മണിയായിട്ടുണ്ട് ഇപ്പോഴേ. എന്നിട്ട് പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നോക്കിയപ്പം നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമ്മുടെ റംബൂട്ടാനൊക്കെ പഴുത്ത് വരുന്നുണ്ടേ. അത് ഒരു കളറൊക്കെ മാറി കേട്ടോ. മഞ്ഞ് കണ്ടോ, നല്ല അതിനിടയിൽ സൂര്യൻ്റെ വെട്ടമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. വീടിൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഈ ഫോണിനകത്ത് എത്രത്തോളം വ്യക്തമാവുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് നല്ല മഞ്ഞുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മഴയില്ലായിരുന്നേ. 2 ദിവസമായിട്ട് പിന്നെ മഴയില്ല കേട്ടോ. നല്ല കാലാവസ്ഥയാണ്. ഈ വെള്ളപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴാണെങ്കിലും ഇതിലൊരു പൂവെങ്കിലും കാണാതെ ഇരിക്കില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കുറ്റി ചെടിയായിട്ട്, അത് പല പ്രാവശ്യമായിട്ട് വെട്ടിയതാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും മുറ്റമൊക്കെ വൃത്തികേടായിട്ട് ഇങ്ങനെ വരുമ്പോഴേ നമ്മളത് വെട്ടിക്കളയുവേ. പിന്നെ അത് പിന്നെയും കിളിച്ച് വരും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു വെച്ചാൽ അതിനകത്ത് കയറി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. 2-3 വിസിലടിച്ച് കഴിഞ്ഞ്, 3 അല്ല കേട്ടോ, അതിൽ കൂടുതൽ അടിച്ചു. അന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ അപ്പത്തിനുള്ള ദോശക്കല്ല് കയറ്റി വെച്ചേ, അപ്പം ചുട്ടേക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം മാവും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഞാൻ ആഡ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ അത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ അപ്പത്തിനോട് താല്പര്യമില്ല കേട്ടോ, പുളിയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏട്ടനും അപ്പം ഇഷ്ടമാണ്. അപ്പം മീൻകറിയൊക്കെയാണ് ഏട്ടൻ്റെ ഫേവറേറ്റ്. വീട്ടിൽ എനിക്ക് മാത്രമേ അപ്പത്തിനോട് താല്പര്യക്കുറവുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും അപ്പം ഇഷ്ടമാണ്. അപ്പവും ചിക്കൻ കറിയും അപ്പവും മീൻ കറിയൊക്കെ ആയിട്ട് അവരൊക്കെ നല്ലതായിട്ട് കഴിച്ചോളും കേട്ടോ. പക്ഷേ എനിക്കത് മടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അടുത്ത് വില്ലേജ് ചേട്ടനെ പശുവിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കലത്തിൽ ഒഴിച്ച് വെച്ചേക്കും, പുള്ളി വന്ന് എടുത്തോളും കേട്ടോ. അപ്പോൾ അതിന് മട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കലക്കി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതെല്ലാം കഴുകിയെടുക്കണേ. അപ്പോൾ നമ്മൾ കഴുകാനുള്ള പാത്രമെല്ലാം പിന്നെ കൂട്ടി വെക്കുന്നുണ്ട്, ലാസ്റ്റ് കഴുകാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഇനിയിപ്പോൾ പണികളൊക്കെ നടക്കുമല്ലേ. അപ്പോൾ പിന്നെ രാവിലെ വിശക്കുന്നത് പറഞ്ഞുകൊണ്ട് വിശക്കണമെന്ന് തന്നെ അപ്പം കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടല വെന്തിട്ടില്ലല്ലോ, വെന്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല, നോക്കിയില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അപ്പം കഴിക്കുന്നുണ്ട്. അവർക്ക് മധുരമുണ്ട് കേട്ടോ അപ്പത്തിന്, പഞ്ചസാര ഇട്ടേക്കുന്നതുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ അങ്ങനെ പിച്ചി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഉപ്പുണ്ടോ എന്നാണ് ചോദിച്ചേട്ടോ. അപ്പത്തിന് ഉപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ അവളോട് ചോദിക്കുക, ഇച്ചിരി കൊടുത്തിട്ട് ഉപ്പുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ചപ്പം അവൾ റിപ്ലൈ തരും കേട്ടോ. അപ്പം ഇന്ന് എന്നോട് പറയുകയാണ് അപ്പത്തിന് ഉപ്പില്ല, ഉപ്പിടെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കടലയ്ക്കകത്ത് അരച്ച് ചേർക്കാനായിട്ട് കുറച്ച് കടലയും, വേവിച്ചതിനകത്തുനിന്ന് കുറച്ച് കടലയും, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും കുറച്ച് മീറ്റ് മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുവേ, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വെച്ച് നമ്മളൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാല എല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കടല നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഈ കൂട്ടങ്ങോട്ട് തിളപ്പിച്ച് എടുക്കുവാണേ. അപ്പോൾ പിന്നെ നമുക്കിനി വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ കറിവേപ്പില കൃഷി ഉള്ളത് കൊണ്ട് നമ്മൾ അത് തന്നെയാണ് കേട്ടോ പറിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് 1-2 തണ്ട് അപ്പം തന്നെ പോയി ഒടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കൃഷിയാണിതെല്ലാം.
അപ്പോൾ ഇത് ഒരുപാട് പ്രയാസം ഇങ്ങനെ ഒത്തിരി പേരൊക്കെ പറിച്ചിട്ടേ അങ്ങനെ അങ്ങ് നശിച്ച് പോയ ഒരു കറിവേപ്പാണ്. പിന്നെ അത് അച്ഛൻ നല്ലപോലെ പരിപാലിച്ച് കൊണ്ടുവന്നത് നല്ലൊരു രീതിയിൽ ഇപ്പം വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിടാനായിട്ടേ കറിവേപ്പില പറിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഫ്രഷ് കറിവേപ്പില ഉള്ളത് കൊണ്ടേ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതെല്ലാം അച്ഛൻ്റെയാണേ. പറിക്കാനൊന്നും സമ്മതിക്കത്തില്ല, പിന്നെ നമ്മളങ്ങോട്ട് കയറി പറിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് വലിയ മരമാണ്, ഇതങ്ങ് പൊങ്ങിപ്പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ വന്ന് ഒടിച്ചെടുത്തതാണ് കേട്ടോ. അത് ഇത് കണ്ട് ഒരു ശകരം ഒടിഞ്ഞ് കിടക്കുന്നത് ആരോ നമ്മളറിയാതെ വന്ന് ഒടിച്ചതാണ് കേട്ടോ. അതിങ്ങനെ താഴോട്ട് ഒടിഞ്ഞ് കിടക്കുക. ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് പിച്ചി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. പിന്നെ താഴെ ഒത്തിരി തൈ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞാനിനി വീട്ടിൽ പോകുമ്പോൾ കുറച്ച് പറിച്ചെടുത്തുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുത്തേന്ന് പറിക്കട്ടെ. ഓണം ഇതിൻ്റെ ഞാൻ ഇത്തേന്ന് നുള്ളി എടുക്കുവാണ് കേട്ടോ. കുറച്ച് എന്തോ ഇങ്ങനെ പുഴുവിൻ്റെ ഇതുപോലെ ഉണ്ട് കേട്ടോ. അച്ഛൻ ഇടയ്ക്ക് മരുന്നൊക്കെ തളിക്കുന്നായിരുന്നേ. ഇപ്പോൾ കുറച്ചായിട്ട് മഴയൊക്കെ ആയതുകൊണ്ടേ ഒന്നും മരുന്ന് തളിക്കുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ. പിന്നെ ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സായിട്ട് എന്തോ മുട്ട് കൊടുത്തിരുന്നതാണ് കേട്ടോ. കപ്പയുടെ എന്തോ ദേ കണ്ടോ, ഒരു കപ്പയുടെ കാല് കൊണ്ട് ഇവിടെ ചാരി വെച്ചിരുന്നതാണേ. അത് കിളുത്ത് വന്നു കേട്ടോ. മഴയൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് അത് നല്ലപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കിന്ന് നല്ല വെയിൽ വരുന്നുണ്ട്. രാവിലെ നല്ല കാലാവസ്ഥയാണ് ഇന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയതേ ഉള്ളൂ കേട്ടോ, 7-7:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഇത് കണ്ടോ, നല്ല വ്യൂ അല്ലേ. ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു മഞ്ഞുണ്ട്. നമ്മുടെ റംബൂട്ടാനൊക്കെ പൂത്ത് കിടപ്പുണ്ട്, പഴുത്ത് വരുന്നതേ ഉള്ളൂ, ചെറിയൊരു കളറൊക്കെ മാറി. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പോയി കറി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ കിടന്ന് അടിപൊളിയായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകാനുള്ള പാത്രമെല്ലാം ദേ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. കഴുകണം, ലാസ്റ്റത്തേക്ക് വേണം കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയേക്കാമെന്ന് വിചാരിച്ചിട്ടോ. ബാക്കി അകത്തെ പണികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കണം. കാപ്പി സെറ്റാക്കിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കുറച്ച് ക്യാരറ്റ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് തോരൻ വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. പാത്രം കഴുകി മാറ്റിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് രാവിലെ എണീറ്റിട്ട് ബ്രഷ് ചെയ്തില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കുപ്പിളിച്ചിട്ടാണ് അപ്പം കഴിച്ചത്. പിന്നെ അന്നേരം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല്ല് തേപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ, ഡെയിലി ഇങ്ങനൊന്നല്ലല്ലോ. പിന്നെ നൈറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പല്ല് തേപ്പിച്ചിട്ടാണ് കേട്ടോ കിടത്തുന്നതേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു, കഴിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതേ ഞങ്ങൾ പല്ല് തേക്കുന്നുണ്ട്. പിന്നെ ഞാനും ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടോ. അത് കഴിഞ്ഞ് കാപ്പി കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ കാപ്പി കുടിക്കുന്നുണ്ട്. അച്ഛൻ ഇന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് അച്ഛൻ രാവിലെ കാപ്പി കുടിച്ചിട്ട് പോകാൻ തുടങ്ങുവാണേ. അപ്പം ഞാനും കാപ്പി കുടിച്ചു. അപ്പോൾ കടലക്കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വെച്ചുകൊണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ക്യാരറ്റിനുള്ളത് അരിയണം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാൻ ഈ ഉരയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഗ്രേറ്ററിനകത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് പാടുണ്ടെന്നാലും കുഴപ്പമില്ല. അതിനിടയ്ക്ക് ആശാത്തി കയറിയിട്ടുണ്ട് കേട്ടോ എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്ത് കഴിച്ചേ. അപ്പോൾ മധുരം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞെടുത്ത് കഴിച്ചു, അല്ലാതെ കഷ്ണം എടുത്ത് കൊടുത്തപ്പോൾ അത് വേണ്ട കേട്ടോ, ഗ്രേറ്റ് ചെയ്ത് മാത്രം മതിയേ. കുറച്ച് നേരമൊക്കെ നിന്ന് കഴിച്ചു കേട്ടോ, മധുരം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സവോളയും മുളകും ഒക്കെ അരിഞ്ഞിട്ടു. അപ്പോൾ ഞാൻ മുളക് ഇച്ചിരി നല്ല മുഴുപ്പിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞിടുന്നതേ. കാരണം കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കുമ്പോൾ അതിനകത്ത് എടുത്ത് കളയാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തേങ്ങയും ഞാൻ ചിരണ്ടി വെക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഇതെല്ലാം നടത്തി വെക്കുന്നുണ്ട്. പെട്ടെന്ന് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ പണികൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും സവോളയും മുളകും എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്യത്തുള്ളേ. ഈ ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വേഗം കേട്ടോ, നമുക്ക് ആവി കയറിയാൽ തന്നെ പെട്ടെന്ന് കയറുവേ. അപ്പോൾ ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മധുരമുണ്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടിനാണേലും ചെറിയൊരു മധുരമുണ്ട്. എനിക്കിഷ്ടമാണ്, അത് കുഞ്ഞിനും ഇഷ്ടമാണ്. അച്ഛൻ പോയിട്ട് വരുമ്പോഴത്തേക്കും താമസിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് അരിയും കൂടി ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ വൈകിട്ട് പണി എളുപ്പമുണ്ടല്ലോ. അപ്പോഴേ പിന്നെ ഞാൻ ഇനി വൈകിട്ട് അടുപ്പിൽ തീ കത്തിച്ച് കഞ്ഞിയൊക്കെ വെക്കേണ്ടി വരുവേ. അപ്പോൾ എനിക്ക് സമയമില്ല, ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടേ റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് ഒട്ടും അപ്പം ഞാൻ അരിയും വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നേരം കുതിർന്ന് കഴിയുമ്പോഴേ കാടി നല്ലപോലെ പൊക്കോളുവേ. പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. ഇപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കഞ്ഞിയുടെ വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേക്കുവേ അതിനകത്തുനിന്ന് ചൂടുവെള്ളം എടുത്തിട്ട് വേണം ഒന്നുകൂടെ കഴുകാനേ. അപ്പോൾ ഇതിങ്ങനെ
ഒഴിച്ച് വെച്ചേക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കറി സെറ്റാവും കേട്ടോ. ഒഴിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. വഴക്കൊന്നും ഇല്ല, അങ്ങനെ അങ്ങ് ഇരുന്നോളുവേ. എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിലേ തൊട്ടേ ഇവളിങ്ങനെ ചട്ടിയും പാത്രവും സ്പൂണും ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരുന്നുണ്ട്. അവൾക്ക് അങ്ങനെ വിഷയമൊന്നുമില്ല കേട്ടോ. എത്ര കളിപ്പാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടം ഈ പാത്രങ്ങളും അടുക്കളയിലെ പാത്രങ്ങളും സ്പൂണും തവിയും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വഴക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവള് കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞാനും ഏട്ടനും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടായിരിക്കും കേട്ടോ അവൾ അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്ന് വരെ. എന്തെങ്കിലും ഞാൻ അടുക്കളയിൽ നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലും പാത്രമോ ടിന്നൊക്കെ കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. കടുകിൻ്റെ ടിന്ന്, അതുപോലെ ജീരകത്തിൻ്റെ ടിന്ന്, ഇതിനൊക്കെ സൗണ്ട് വ്യത്യാസമല്ലേ. അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ കുലുക്കി കുലുക്കി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ കൊച്ചിലേ തൊട്ടേ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കൊണ്ട് അങ്ങനെ വലിയ ശല്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്തുവാ ഇത്? ചട്ടുകോ ആണോ? എന്നാ അപ്പാപ്പം ഉണ്ടാക്കുന്നേ? വെട്ടാൻ പോവാണോ? വെട്ടിക്കോ. അപ്പം നമ്മുടെ കറി സെറ്റായോ നോക്കാം കേട്ടോ. അയ്യോ കരിഞ്ഞ ആയില്ല. ഒരു ആവിയൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്ത് കരിഞ്ഞു. ഞാനിതിന് വെള്ളമൊന്നും ഒഴിക്കുകയില്ല കേട്ടോ. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചേച്ചേ മൂടി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് തന്നെ ആവശ്യം വെള്ളം ഇറങ്ങുമല്ലോ, അതിലങ്ങ് വെന്തോളുവേ. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാരറ്റിന് ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മുളക് ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട്. വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ടേക്കുന്നത്, കാരണം കുഞ്ഞിന് കൊടുക്കുമ്പോഴാണെങ്കിലും എടുത്ത് കളഞ്ഞിട്ട് എടുക്കാമല്ലോ. അതുകൊണ്ട് ക്യാരറ്റിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇടാവേ. ഞാൻ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു, അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാവേ. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ ഇടാനായിട്ട്. തേങ്ങ ഇട്ട് കഴിയുമ്പോൾ തുറന്ന് വെച്ചിട്ടാണ് പിന്നെ വേവിക്കുന്നത്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണി എന്താണെന്ന് ചോദിച്ചാൽ തുണി കഴുകാനുണ്ട്, പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കണം. അതുകൂടെ കഴിഞ്ഞ് എനിക്ക് പോയിരുന്ന് വായിക്കാം കേട്ടോ. പിന്നെ എനിക്ക് പണിയൊന്നുമില്ല. ഇപ്പം നമ്മൾ കഞ്ഞിയും കൂടെ വയ്ക്കാമെന്ന് ഉദ്ദേശിച്ചേക്കുന്നതുകൊണ്ടേ ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് പണിയൊന്നുമില്ല. ഇരിക്കുന്നതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. അപ്പം അങ്ങനെ ക്യാരറ്റ് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇടാം കേട്ടോ. ഇത് പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞളാണ്. അപ്പോൾ അങ്ങനെ അതാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ കല്ലിൽ വെച്ച് ഞാൻ തന്നെ ചതച്ചെടുത്താണ്. ഉണങ്ങിയ മഞ്ഞൾ ഇരിപ്പുണ്ട്, പൊടിപ്പിച്ചിട്ടില്ലേ. പൊടിപ്പിക്കുന്ന മില്ലിലെ അപ്പച്ചന് കുറച്ച് ദിവസമായിട്ട് ലീവാണ്, എന്തോ ക്ഷീണമൊക്കെ ആയിട്ടേ. അതുകൊണ്ട് ഞങ്ങൾ പൊടിപ്പിക്കാനായിട്ട് പോയിട്ടില്ല. അപ്പോൾ അത്യാവശ്യമുള്ളത് നമുക്ക് ഇടികല്ലിനകത്ത് വെച്ച് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാവേ. ക്യാരറ്റ് പെട്ടെന്ന് വാടുമല്ലോ, തേങ്ങയും പെട്ടെന്ന് വാടും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ആകും. നമുക്ക് അരി കഴുകി കഞ്ഞി വെക്കാനുള്ള സെറ്റപ്പും കൂടെ നോക്കണം. അപ്പം ഞാൻ അരിയും കൂടെ കഴുകി അടുപ്പയിലിട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പം നമ്മുടെ അരി തിളച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കഞ്ഞി ഇവിടെ കിടന്ന് പതിയെ വെന്തോളും, തിളച്ചല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലേ. നമ്മുടെ അലക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കോള് വന്നതുകൊണ്ട് അതിനിടയ്ക്ക് എല്ലാ പണിയും പെട്ടെന്ന് തന്നെ ചെയ്തേ. തുണി അലക്കുന്നതും അതിനിടയ്ക്ക് തന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല. മോളെ കുളിപ്പിച്ചിട്ടുണ്ട്, എണീറ്റുകൊണ്ട് തന്നെ പണിയൊക്കെ ഇപ്പോൾ സമയം 10:45 കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പോയി 2 അക്ഷരം വായിക്കണം. എത്ര നേരം ഇരുന്ന് വായിക്കുമെന്നൊന്നും അറിയത്തില്ല. അതിനിടയ്ക്ക് നമ്മുടെ കാന്താരി ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് പനിയായിരുന്നു കേട്ടോ. പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. ഈ ഒരു ചുമ ഒരു ഭയങ്കര ഒരു വൃത്തികെട്ട ചുമയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, കുറയുന്നേ ഇല്ല. അപ്പോൾ കുഞ്ഞിനും വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഈ പറഞ്ഞ പോലെ മഞ്ഞളും ഉപ്പും ഒക്കെ ഇങ്ങനെ തൊണ്ടയിൽ ഗാർഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വ്യത്യാസമുണ്ട്, പതിയെ മാറിക്കോളും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, ബൈ.